42 ഡോക്ടർമാർ കൂട്ടസ്ഥലം മാറ്റം നടത്തി മമതാ ബാനർജി അതിശക്തമായിട്ട് തിരിച്ചടിച്ചിരിക്കുകയാണ്. ബലാത്കാരം ചെയ്യപ്പെട്ട് കൊലപ്പെടുത്തപ്പെട്ട ഡോക്ടർക്ക് അനുകൂലമായിട്ട് പ്രക്ഷോഭം നടത്തിയ അങ്ങനെയുള്ള ഡോക്ടർമാർക്കെതിരെയുള്ള നടപടി. അവരുടെ എത്ര പേരാണ് ഏത് കോളേജിൽ നിന്നൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് സ്പോട്ട് ചെയ്തിട്ട് ആ കോളേജുകൾ കൂടുതൽ പേര് ഈ 42-ൽ കൂടുതൽ പേര് 2 പ്രത്യേക കോളേജുകളിൽ നിന്നുള്ളവരാണ്. അവരെയാണ് പല സ്ഥലത്തേക്കായിട്ട് മമത ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. ഇത് മമത അവരെ വെല്ലുവിളിക്കുകയാണ്. മമത സത്യത്തിൽ വലിയ ജാഥയൊക്കെ നടത്തി സത്യാഗ്രഹം ഇരിക്കുകയോ എന്തോ ചെയ്തു. അവരുടെ ആവശ്യം ഈ ബലാത്കാരം ചെയ്ത ആളിനെ തൂക്കിക്കൊല്ലണം എന്നുള്ളതാണ്. ബലാത്കാരം ചെയ്ത ആളിനെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നത് മമതയാണ്. അതിന് കൂടെ നിന്ന് അവിടുത്തെ പ്രിൻസിപ്പലിനെ അയാൾ രാജിവെച്ച മണിക്കൂറുകൾക്കുള്ളിൽ 4 മണിക്കൂറിനുള്ളിൽ വേറൊരു മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പലോ ഡയറക്ടറോ ഒക്കെ ആക്കി. അയാളെയാണിപ്പോൾ CBI ചോദ്യം ചെയ്യുന്നു എന്ന് കേൾക്കുന്നു. ഈ CBI വാസ്തവത്തിൽ എന്ത് ചെയ്യുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആക്ട് ചെയ്യേണ്ട സമയത്ത് ആക്ട് ചെയ്യണ്ടേ? ഇത് കാലം എത്രയായി ബംഗാളിൽ ഈ കളി നടക്കുന്നു. സന്ദേശ് ഖാലി സംഭവം നടന്നു. എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥന്മാരെ വഴിയിലിട്ട് തല്ലുന്നു. CBIക്കാരനെ തടഞ്ഞു വയ്ക്കുന്നു. അമിത്ഷായുടെ ഹെലികോപ്റ്റർ ഇറങ്ങാൻ അനുമതിയില്ല എന്ന് പറയുന്നു. വെള്ളരിക്കാപട്ടണമായിട്ട് മാറിയിരിക്കുന്നു. ഞാൻ പറയുന്നത് 356-ാം വകുപ്പ് ഉപയോഗിക്കാനല്ല, അത് ഉപയോഗിക്കരുത്. അത് ഉപയോഗിക്കുന്നത് കച്ചറയാണ്. അത് കോടതിയിൽ ചലഞ്ച് ചെയ്യപ്പെടും. ഉടനെ വേണ്ടാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ചെയ്ത് ഒരു സഹതാപം നേടാൻ മമതാ ബാനർജിയെ അനുവദിക്കരുത്. പക്ഷേ ഇതുപോലത്തെ നിയമലംഘനങ്ങൾ വരുമ്പോൾ കേന്ദ്ര ഏജൻസിയെ തടഞ്ഞാൽ നിങ്ങൾക്ക് കേന്ദ്രസേനയെ അയക്കാം. സന്ദേശ് ഖാലിയിൽ കാര്യങ്ങൾ കൈവിട്ട് പോയെന്നും കേന്ദ്രസേനയെ അയക്കണമെന്നും ഹൈക്കോടതി തന്നെ പറഞ്ഞു. അയക്കണമെന്നൊരു ഡയറക്ഷനല്ല കേട്ടോ. യു ക്യാൻ സെൻഡ് സെൻട്രൽ ഫോഴ്സസ് ഇഫ് നീഡ് ബി എന്ന് പറഞ്ഞു. ഇത് കൂടുതൽ എന്താ വേണ്ടത്? സെൻട്രൽ ഫോഴ്സസിനെ അയക്കുക. ഇപ്പോൾ ഈ ബലാത്കാരത്തിൻ്റെ അന്വേഷണം നടത്തുന്ന CBI ഇതിൽ അവർക്ക് സംശയമുള്ളവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ട് നേരെ ഫ്ലൈറ്റിൽ ഡൽഹിയിലെത്തുക. ഡൽഹിയിലാണ് ചോദ്യം ചെയ്യലെന്ന് തീരുമാനിക്കുക. കൽക്കട്ടയിൽ ചോദ്യം ചെയ്യൽ നടക്കില്ല. കൽക്കട്ടയിലെ അന്തരീക്ഷം മമതാ ബാനർജിയുടെ കയ്യിലാണ്. 500ഓളം ഗുണ്ടകളെ വിട്ടാണ് അവർ സമരപ്പന്തലും തല്ലിപ്പൊട്ടിച്ച്, ആശുപത്രി തല്ലിപ്പൊട്ടിച്ച്, ബലാത്കാരം നടന്ന റൂം തല്ലിപ്പൊട്ടിച്ച് എല്ലാ നാശനഷ്ടങ്ങളും വരുത്തി. എന്നിട്ട് അവർ പറയുന്നു ബാം റാം ഗ്രൂപ്പാണ് ഈ അടിപിടി പിന്നിൽ എന്ന്. ബാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റിസ്റ്റ് CPM. അത് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വാംപന്ഥി എന്ന് പറയുമല്ലോ ഹിന്ദിയിൽ. അത് ബംഗാളിയിലാകുമ്പോൾ വാംപന്ഥി എന്നാണ്. അതാണ് ബാം. റാം എന്ന് പറഞ്ഞാൽ BJPക്കാരൻ. അത് രാമൻ്റെ തലയിലാണല്ലോ എപ്പോഴും. അപ്പോൾ ഈ ബാം റാം കോമ്പിനേഷനായിരുന്നു ഈ തെമ്മാടികൾ എന്ന് മമതാ ബാനർജി പറയും. അവരുടെ സാമർഥ്യം നോക്കുക. മാത്രമല്ല അവരേകദേശം 500 സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഡൗൺ ചെയ്യിച്ചു. നമ്മുടെ നരേന്ദ്രമോദിയെ പറ്റി പോലെയൊന്നുമല്ല, നാട്ടിലുള്ള സ്ത്രീയാണ് അവർ. എഴുതുമാരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് എന്ന് പറഞ്ഞു. അവർക്ക് ഫേസ്ബുക്ക്, യൂട്യൂബ് അത് ഇതൊന്നും പ്രശ്നമല്ല. അവരാളെ സ്പോട്ട് ചെയ്തിട്ട് 500ഓളം സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ എടുത്തു കളഞ്ഞു. അവർക്കെതിരെ ഒരക്ഷരം മിണ്ടരുത് സോഷ്യൽ മീഡിയയിൽ. അനങ്ങുന്നില്ല സോഷ്യൽ മീഡിയ. അപ്പോൾ അതാണ് മമതാ ബാനർജിയുടെ നട്ടെല്ല് എന്ന് ഞാൻ പറയാൻ കാര്യം. വാസ്തവത്തിൽ കേന്ദ്ര സർക്കാരിന് ചെയ്യാവുന്ന ഈ സ്പെസിഫിക് ഇൻസ്റ്റൻസ് ഉണ്ടല്ലോ. അമിത്ഷായുടെ ഹെലികോപ്റ്റർ ഇറങ്ങാൻ സമ്മതിക്കുന്നില്ല. റൈറ്റ്. ആരാണ് സമ്മതിക്കാത്തത്? എന്താണ് അവിടെ പ്രശ്നം? ഡിപ്ലോയ് യുവർ CRPF, യുവർ ആർമി. ഞാൻ പറയട്ടെ, കാശ്മീരിലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? കാശ്മീരിൽ ചെയ്യുന്ന അതേ ചെയ്ത്ത് മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ചെയ്യാൻ കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ട്, ഇല്ലേ? ഉണ്ട്. 370-ാം വകുപ്പ് എടുത്ത് കളഞ്ഞതോടെ കാശ്മീരിനുണ്ടായിരുന്ന സ്പെഷ്യൽ പദവി പോയി. അത് സാധാരണ സംസ്ഥാനം പോലെയായി. അപ്പോൾ കാശ്മീർ എന്ന സംസ്ഥാനത്ത് നിങ്ങൾ എന്തെല്ലാം ചെയ്യുന്നോ അതെല്ലാം നിങ്ങൾക്ക് മറ്റ് സംസ്ഥാനങ്ങളിലും ചെയ്യാം. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ആരാണ് അമിത്ഷായുടെ ഫ്ലൈറ്റ് ഇറങ്ങാൻ സമ്മതിക്കാഞ്ഞ്? പിടി അവനെ.
പിടിക്കുന്നത് CRPF വിട്ട് പിടിക്കുക. കൈ പുറകിൽ കെട്ടി വിലങ്ങണിയിച്ച് പരസ്യമായിട്ട് നടത്തിച്ച് ഫ്ലൈറ്റിൽ കയറ്റി ഡൽഹിയിൽ കൊണ്ടുവരണം. ഡൽഹി കൊണ്ടുവന്ന് ചോദ്യം ചെയ്താൽ മതി. ബംഗാളിൽ വെച്ച് ചോദ്യം ചെയ്യാൻ പറ്റില്ല, അതിനുള്ള സാഹചര്യമില്ല എന്ന് പറയുക. ഇത് പറയാൻ എനിക്കറിയില്ല, ഇത് പറയാൻ തയ്യാറല്ല, ഇത് കോടതിയിൽ പറയാൻ തയ്യാറല്ല, കോടതിയിൽ വക്കീലില്ല. കേരളത്തിൻ്റെ അവസ്ഥ നിങ്ങൾക്കറിയാമോ? കേരള ഹൈക്കോടതിയിൽ കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാന വക്കീൽ ഇതുവരെ നിയമിച്ചിട്ടില്ല. 6 മാസം മറ്റോ കഴിഞ്ഞു. DSG എന്ന് പറയും, ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിച്ച് കേരള ഹൈക്കോടതിയിൽ ഏത് കോടതിയിലാണെങ്കിലും ആദ്യം ചെല്ലേണ്ട ആൾ DSG. അദ്ദേഹത്തിൻ്റെ കീഴിലാണ് മറ്റ് സർക്കാർ വക്കീലുകൾ, കേന്ദ്ര സർക്കാർ വക്കീലന്മാർ. ഇദ്ദേഹമാണ് അവർക്ക് കേസുകളൊക്കെ അലോട്ട് ചെയ്ത് കൊടുക്കുന്നത്. ക്രിമിനൽ കേസ്, സിവിൽ കേസ്, സർവീസ് കേസ്, RBIയുടെ കേസ്, ആ കേസ്, ഈ കേസ്, എത്ര കേസുകളാണ്. പിണറായി വിജയൻ്റെ 110 വക്കീലന്മാർ മറ്റോ ഉണ്ട്, കേന്ദ്ര സർക്കാരിൻ്റെ ഉണ്ട് 100-110 വക്കീലന്മാർ. പക്ഷേ ഈ കേരള സർക്കാരിന് ഒരു അഡ്വക്കേറ്റ് ജനറലുണ്ട്, ഗോപാലകൃഷ്ണൻ കുറുപ്പ്. കേന്ദ്ര സർക്കാരിന് ഡയറക്ടർ ജനറൽ, ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ അതില്ല. ആ പോസ്റ്റ് ഒഴിഞ്ഞ് കിടക്കുകയാണ്. ഒരാളെ ഇതുവരെ വെച്ചിട്ടില്ല, കിട്ടാഞ്ഞിട്ടാണ്. പോട്ടെ, ലോ മിനിസ്ട്രി, കേന്ദ്ര നിയമമന്ത്രി ഒരു ക്യാബിനറ്റ് മന്ത്രിയാണോ? അല്ല. ക്യാബിനറ്റ് റാങ്കുള്ളൊരു നിയമമന്ത്രി ഭാരതത്തിന് ഇല്ലയെന്ന്. അർജുൻ റാം മേഘ്വാൾ അദ്ദേഹമാണ് നിയമമന്ത്രി, സ്റ്റേറ്റ് മിനിസ്റ്റർ വിത്ത് ഇൻഡിപെൻഡൻറ്റ് ചാർജോ അങ്ങനെ എന്തൊക്കെ പറയുമല്ല. അല്ലാതെ നേരത്തെ കിരൺ റിജിജു ഉണ്ടായിരുന്നില്ലേ, ഫുൾ ഫ്ലഡ്ജ് ക്യാബിനറ്റ് മിനിസ്റ്റർ, നിയമമന്ത്രി. ഇപ്പോൾ അതില്ല, ഫുൾ ഫ്ലഡ്ജ് ക്യാബിനറ്റ് മിനിസ്റ്റർ ഇല്ല. മറ്റൊരു ക്യാബിനറ്റ് മിനിസ്റ്റർ അർജുൻ റാം മേഘ്വാൾ എന്ന ക്യാബിനറ്റ് മിനിസ്റ്ററിന് അഡീഷണൽ ചാർജ് കൊടുത്തിരിക്കുകയാണ് നിയമത്തിൻ്റെ. കേരള ഹൈക്കോടതിയിൽ DSGയും ഇല്ല. ഇതാണ് കേന്ദ്രത്തിൻ്റെ നിയമ സംവിധാനം. ഈ നിയമ സംവിധാനം വെച്ചിട്ടാണ് നാടെങ്ങുമുള്ള മമതാ ബാനർജിമാരെ നേരിടാൻ പോകുന്നത്, പിണറായി വിജയന്മാരെ നേരിടാൻ പോകുന്നത്. ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ഹാപ്പനിങ്. സന്ദേശ് ഖാലിയിൽ പ്രശ്നമുണ്ടായി. അന്നാണ് കൽക്കത്ത ഹൈക്കോടതി പറഞ്ഞത് കേന്ദ്രസേനയെ ആവശ്യമെങ്കിൽ, യുക്തമെങ്കിൽ നിങ്ങൾക്ക് ഇറക്കിയോ? ഇല്ല. ഇപ്പോൾ CBI അന്വേഷണം അവർ തടസ്സപ്പെടുത്തി. ബിൽഡിംഗ് വലിയ ആക്രമണം നടത്തി 10,000 പേരുടെ. ഒരു 10 പേരെ അറസ്റ്റ് ചെയ്യണമല്ലോ, 10 പേരെ. തെളിവ് നശിപ്പിച്ച ആൾക്കാരെ CBIക്ക് അറസ്റ്റ് ചെയ്യാൻ അവകാശമുണ്ട്. തെളിവ് നശിപ്പിക്കുക എന്ന് പറയുന്നത് വലിയൊരു കുറ്റമാണ്. ആ കുറ്റം ചെയ്തവരെ കയ്യോടെ CBI അന്വേഷണം ഏൽപ്പിച്ചിരിക്കുകയല്ലേ കോടതി. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കുറ്റവാളികളെ അറസ്റ്റ് ചെയ്താലെന്താ? ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു ഡയറക്ടറെ. അയാളെ വക്കീലുമായിട്ട് അത് ഹൈക്കോടതിയുടെ അനുവാദം വേണം എന്നൊക്കെ. എന്തിനീ നാടകത്തിന് കൂട്ടു നിൽക്കുന്നു? യു ലിഫ്റ്റ് ദാറ്റ് ഡയറക്ടർ ടു ഡൽഹി. ഞങ്ങൾ ഡൽഹിയിലാണ് ചോദിച്ചത്, കൽക്കട്ടയിലെ അവസ്ഥ മോശമാണ്. യു ടെൽ ദാറ്റ്. ലെറ്റ് ദ കോടതി പറയുകയാണ് ഇല്ല, കൽക്കട്ടയിൽ ചോദ്യം ചെയ്യണം. പറയില്ല. അബ്ദുൽ നാസർ മദനിയെ കൊല്ലത്ത് നിന്ന് അറസ്റ്റ് ചെയ്തു ഹർഷിത ടെല്ലൂരി IPS. കർണാടക പോലീസിനെ ഹാൻഡ് ഓവർ ചെയ്ത് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അവർ ബാംഗ്ലൂരേക്ക് കൊണ്ടുപോയി. വാട്ട് ഹാപ്പൻ? നത്തിങ് ഹാപ്പൻ. ഈ ചോദ്യം ചെയ്യുന്നവരെ ഞങ്ങൾ ഡൽഹിയിൽ CBI ഓഫീസിൽ ചോദ്യം ചെയ്തു. ഇവിടെ അന്തരീക്ഷം വഷളാണ്, ഇവിടെ തെളിവ് നശിപ്പിക്കുന്നു, ഇവിടെ ബിൽഡിംഗ് തന്നെ അടിച്ചു പൊട്ടിക്കുന്നു. ഇവിടെ വെച്ചിട്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ തെളിവ് ശേഖരിക്കാനോ ആളുകളെ ചോദ്യം ചെയ്യാനോ പറ്റില്ല. അതിനുവേണ്ടി ഞങ്ങൾ കട്ടയന്മാരെ വേറെ കൊണ്ടുവരുന്നുണ്ടെന്ന് പറയുക. CRPF BSF വരട്ടെ. വാട്ട് നോൺസെൻസ് ഈസ് ഗോയിങ് ഓൺ? ഇത്രയും ഫോഴ്സസ് കയ്യിൽ വെച്ചിട്ട് കേന്ദ്ര സർക്കാർ നിസ്സഹായരായിട്ട് നോക്കി നിൽക്കുക. എന്നിട്ട് ഇതിൽ പ്രൊട്ടസ്റ്റ് ചെയ്ത ഡോക്ടർമാരെ സ്ഥലം മാറ്റുക. ഗോ ഡാം. 42 ഡോക്ടർമാരെ ഓവർനൈറ്റ് സ്ഥലം മാറ്റിയിരിക്കുന്നു. എന്നിട്ട് ആ സ്ത്രീ ബാം രാം പണിയാണെന്ന് പറയുന്നു. നരേന്ദ്രമോദി, ഞാനൊരു കാര്യം പറയട്ടെ, ഒന്നുകിൽ അങ്ങ് ഈ ബംഗാൾ ഉപേക്ഷിക്കുക, വേണ്ടാന്ന് വയ്ക്കുക. ബംഗാളില്ലാതെ താങ്കൾക്ക് അധികാരത്തിൽ തുടരാൻ ഒരു പ്രയാസവുമില്ല. ഇപ്പം ഇന്ന് തമിഴ്നാടിൻ്റെ MP മാരെ വെച്ചിട്ടാണ് ഭരിക്കുന്നത്? അല്ലല്ലോ. ചില സംസ്ഥാനങ്ങളിൽ നിന്ന് നമുക്കൊന്നും കിട്ടില്ല. അത് പോട്ടേന്ന് വയ്ക്കുക, വേണ്ടാന്ന് വയ്ക്കുക, ഉപേക്ഷിക്കുക. അവിടുത്തെ ഹിന്ദുക്കൾ, അവിടുത്തെ BJP ഒന്നും വേണ്ടാന്ന് വയ്ക്കുക.
ഇപ്പോൾ ഏകദേശം അങ്ങനെ ചെയ്ത മട്ടാണ് കാണുന്നത്. അതങ്ങ് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുക, ഞാനില്ല ബംഗാളിൽ, എന്താണെന്ന് വെച്ചാൽ തൂങ്ങട്ടെ എന്ന് പറയും. ഇത് ദോഷം വരില്ല, ബാക്കി ഇന്ത്യയിൽ നിന്നുള്ള വോട്ട് കൊണ്ട് അങ്ങേക്ക് ഭരിക്കാൻ പറ്റും. അതാണ് അങ്ങയുടെ ഉദ്ദേശമെങ്കിൽ. അതല്ലെങ്കിൽ ആൺകുട്ടികളെപ്പോലെ പോലീസിനെ ഇറക്കുക, പട്ടാളത്തെ ഇറക്കുക, BSF, യു ഹാവ് സോ മെനി ഫോഴ്സസ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈസ് എ ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഹ്യൂജ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ആ മൈറ്റ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉപയോഗിക്കേണ്ടേ അപകടഘട്ടത്തിൽ? ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ്? താങ്ക് യു.